ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നെല്ലിയാമ്പതിയിലെ ഫ്ലവർ ഷോയുടെ ആ ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. 2 ദിവസമായി ഇടാന്ന് പറഞ്ഞതാക്കണം, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. കയറുമ്പോൾ തന്നെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്, ഒരാൾക്ക് 25 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ അടിപൊളിയാണ് ആ ഒരു ഫീ കൊടുത്ത് നമ്മൾ കയറിയാലും. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ്. അപ്പം അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു തലേദിവസം, നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫാമിലി എല്ലാവരും കൂടെ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ കുറച്ച് ഈ സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, മറ്റേ ആനക്കൊക്കെ ഇഷ്ടമുള്ള പഴം, അത്തിപ്പഴം, അതാണ് എൻ്റെ അറിവിലിത്. അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരുപാട് തരം ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ അങ്ങനെ ഫോണും പിടിച്ച് നടക്കുകയായിരുന്നു. ഈ കാണുന്ന എല്ലാം റോസിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. എല്ലാ ഫ്ലവറും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചാമ്പക്കത്തോട്ടം. ചാമ്പക്ക ഈസ് മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര തിന്നാലും എനിക്ക് മതിയാവാത്തൊരു സാധനമാണത്. അതും ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, എല്ലാത്തിലും വെറൈറ്റി ഓഫ് പേരുകളാണ് ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ചാമ്പക്കയുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊഴിഞ്ഞിട്ട് കാണാൻ. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് ഈ ബൊഗൻവില്ലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിങ്ങനെ പോണ സമയത്ത് ബൊഗൻവില്ലയുടെ സിസ്റ്റർ ഇൻ ലോനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പല കളറായിരുന്നു കേട്ടോ. പിന്നെ ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്ത് ലേറ്റ് ആകുമ്പോൾ ഞങ്ങളെ പാരൻസ് വായു പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചീത്ത അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർ പിന്നിൽ എന്നെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആരും കയറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പൽക്കുളം, പിന്നെ ഇതാ വെറൈറ്റി ഓഫ് ബൊഗൻ വില്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ വെജിറ്റബിൾ ഫാമിൻ്റെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ. കോളിഫ്ലവർ, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പോയി, പക്ഷെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബൊഗൻവില്ലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു റോസ് കളർ തന്നെയാണ് കേട്ടോ. പിന്നെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഒന്നിൻ്റെയും പേര് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും ടഫസ്റ്റ് പേരുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒന്നും ഇതാക്കണില്ലെങ്കിലും വെറുതെ ഓരോന്നിൻ്റെ അടുത്ത് പോയി അതിൻ്റെ പേരുകൾ വായിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ്. ആ പേരിങ്ങനെ 2-3 വട്ടം പറയാൻ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ കസിൻസ് കളിയാക്കുന്നുണ്ട് കേട്ടോ. തുടങ്ങി നമ്മുടെ കുട്ടി യൂട്യൂബർ ഫോണും എടുത്ത് നടക്കുന്നുണ്ട്, മാറിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണാത്ത ഒരുപാട് ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. പിന്നെ പച്ചക്കറീസൊക്കെ ഉണ്ടായിരുന്നു, ഫ്രഷ് ആയിട്ടുള്ളത്. ക്യാരറ്റ്, പിന്നെ ചോളം, അങ്ങനെ ഒരുപാട്. പിന്നെ ഇവിടെ ഇങ്ങനെ ജ്യൂസിൻ്റെ ആ ഒരു പൾപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ ഈസ് മൈ ഫേവറേറ്റ്. ബട്ട് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. രാത്രി ഇതിനേക്കാളും ഭംഗിയാണ്, കാരണം ലൈറ്റിങ്സൊക്കെ ആയിട്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം, അല്ലാതെ അതിൻ്റെ ആ അടുത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 വട്ടം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുക തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാരൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കണേ ഞങ്ങളുടെ മാമയുടെ കണിയിൽ ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് പെട്ടത്. മാമ ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ, വായ ഓർക്കിഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഓർക്കിഡും സ്ട്രോബെറിയും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർക്കിഡിൻ്റെ ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം, ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമ സ്ട്രോബെറിൻ്റെ ഇത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ്, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഞങ്ങളുടെ പാരൻസ് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയി. സ്ട്രോബെറി പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, ഇങ്ങനെ എല്ലാവരും പറയണേ കേട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ്.